അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്ബാബുൽ മഹബ്ബത്തിന് 3 കാരണങ്ങളാണ്. 1 ജമാലാണ്, 2 കമാലാണ്. അതിനൊക്കെ ചെറിയ ഉദാഹരണങ്ങൾ, അതിലേക്കൊന്നും കൂടുതൽ നമ്മൾ പ്രവേശിച്ചിട്ടില്ല. ചെറിയ ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞ് 3ാമത്തെ കാരണമാകുന്ന നവാലിലേക്ക് കടക്കുകയാണ്. നവാൽ എന്ന് പറഞ്ഞാൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമർപ്പണം, അവിടുത്തെ ഔദാര്യം, അവിടുത്തെ കാരുണ്യം, ഇതൊക്കെയാണ് നവാൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ഈ വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ എന്ന അല്ലാഹുവിന്റെ ആ പ്രയോഗം, ആയത്തിന്റെ ആ ഒരു കോർവ എന്ന് പറയുന്നത് മാ ഇല്ല, ഇത് രണ്ടും കൊണ്ടുവന്നുകൊണ്ടാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ. ഈ മാ ഇല്ല എന്ന 2 ഹർഫുകളെ കൊണ്ടുവന്ന ഒരു വിഷയം പറഞ്ഞാൽ എന്താണോ അവിടെ പറയുന്നത് അത് മാത്രമാണ്, അതല്ലാത്ത ഒന്നുമില്ല. അതാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ വേറെന്തെങ്കിലും അല്ലാഹു മുർസിലുക എന്ന് പറയാമായിരുന്നു. അല്ലാഹു മുർസിലുക റഹ്മത്തൻ ലിൽ ആലമീൻ എന്നൊന്നും പറയാതെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ഈ പദപ്രയോഗത്തിലൂടെ മാവ ഇല്ലയെ അല്ലാഹു തആല കൊണ്ടുവന്നതിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് കരുണ മാത്രമാണ്, അല്ലാതെ ഒന്നുമില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് കരുണ മാത്രമാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ പറഞ്ഞ വിഷയം എന്താണോ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരുണയാണെന്നാണ്. എന്നാൽ കരുണയാണെന്ന് മാത്രമല്ല, കരുണ മാത്രമാണ്, അല്ലാതെ ഒന്നുമില്ല എന്ന അർത്ഥമാണ് അതിലൂടെയുള്ളത്. ആ രൂപത്തിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതായി കാണാം, ഇന്നമാ അന റഹ്മത്തും മുഹ്ദാ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നമാ അന റഹ്മത്തും മുഹ്ദാ, ഞാൻ അല്ലാഹുവിന്റെ സമ്മാനമായി അയക്കപ്പെട്ട കരുണ മാത്രമാണ്. ഇന്നമ, നേരത്തെ പറഞ്ഞ മാവ ഇല്ലയുടെ അതേ സ്വഭാവം തന്നെയാണ് ഇന്നമക്കും. എന്ന് പറഞ്ഞാൽ ഏത് വിഷയമാണോ പറയുന്നത് അത് മാത്രമാണ്. ഇന്നമാന റഹ്മത്തും മുഹ്ദാ, തീർച്ചയായും ഞാന് അള്ളാഹുവിന്റെ സമ്മാനമായി അയക്കപ്പെട്ട കരുണ മാത്രമാണ്, കരുണയാണ് ഞാൻ, അല്ലാതെ ഒന്നുമല്ല. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് കരുണ മാത്രമാണ്. ഇനി ഒന്നും കൂടെ അവിടെ പറയട്ടെ, റിസാലത്തു ഷാഫിഈ, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ റിസാലയിൽ നോക്കിയാൽ കാണാം, സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേനയല്ലാതെ നമുക്ക് ഒരു നന്മയും ലഭിക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേനയല്ലാതെ നമുക്ക് ഒരു ഫദ്ലും ഒരു റഹ്മത്തും നമുക്ക് ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ തടയപ്പെടുന്നുണ്ടെങ്കിൽ, ദുനിയാവിലോ ആഖിറത്തിലോ ഉപകരിക്കാത്ത എന്തെങ്കിലും വെറുക്കപ്പെടേണ്ടതോ പ്രയാസപ്പെടേണ്ടതോ ആയ കാര്യങ്ങൾ കിട്ടാതെ പോകുന്നുണ്ടെങ്കിൽ, തടയപ്പെടേണ്ട കാര്യങ്ങൾ തടയപ്പെടുന്നുണ്ടെങ്കിൽ അതും സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖേനയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, ഫലം തമുസ്സ ബിനാ നിഅമതുൻ ളഹറത് വലാ ബത്നത് നിൽനാ ബിഹാ ഹല്ലം ഫീ ദീനിൻ വദുനിയാ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹും ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ. നമുക്ക് ഇവിടെ എന്ത് റഹ്മത്ത് കിട്ടുന്നുണ്ടെങ്കിലും, നമുക്കിവിടെ എന്തൊരു നിഅമത്ത് പ്രകടമായാലും, എന്തൊരു നിഅമത്ത് മറഞ്ഞു പോയാലും, അത് നമുക്ക് ഹല്ലായിട്ട് ദീനിലോ ദുനിയാവിലോ ആയിട്ട് നമുക്ക് വന്നു ചേരുന്ന എന്തു സംഗതി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഔ ദുഫിഅ ബിഹാ അന്നാ മക്റൂഹും ഫീഹിമാ വഫീ വാഹിദിൻ മിൻഹുമാ, അല്ലെങ്കിൽ ദുനിയാവിലും ആഖിറത്തിലും മക്റൂഹായ ഒരു കാര്യം, അല്ലെങ്കിൽ 2-1 മക്റൂഹായ ഒരു കാര്യം നമ്മെ തൊട്ട് തട്ടപ്പെടുന്നുണ്ടോ തടയപ്പെടുന്നുണ്ടോ, ഇല്ലാ വമുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ,
സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന് കാരണമായിട്ടല്ലാതെ സംഭവിക്കുന്നില്ല. നമുക്കൊരു നിഅമത്ത് കിട്ടുന്നു, ഒരു നിഖമത്ത് തടയപ്പെടുന്നു. നമുക്ക് ദുനിയാവിൽ ഉപകാരപ്പെടുന്ന ഒന്ന് കിട്ടുന്നു, ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന സംഗതി ലഭിക്കുന്നു. രണ്ടു സ്ഥലത്തും ഉപകാരമില്ലാത്ത സംഗതി നമ്മെ തൊട്ട് ഒഴിഞ്ഞു പോകുന്നു. ഇല്ല, ഇതൊന്നും സംഭവിക്കുന്നില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാരണമായിട്ടല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ റഹ്മത്ത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ആ റഹ്മത്ത് കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുവേ, അവിടുത്തെ മഹബ്ബത്ത് വെച്ച് ജീവിക്കാൻ ഉള്ള വലിയ തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.